ഇന്ന് നമുക്ക് അടിപൊളി ഒരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഒരു 1 kg വെയിറ്റ് വരുന്നൊരു ക്യാരറ്റ് കേക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരമൽ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. സൈഡൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതൊന്ന് മെൽറ്റായി വരും. പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി മുഴുവനായിട്ടും അങ്ങ് പതയും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. സാധാ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചെറു ചൂടുവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ഈ പൊട്ടിത്തെറി കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും കേട്ടോ. വെള്ളം ഒരു 1-2 തവണയായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചിലപ്പോൾ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കാരമലായതെല്ലാം നന്നായിട്ടങ്ങ് കട്ടിയാവും. കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതങ്ങ് മെൽറ്റായിക്കോളും. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റാണ് ഞാൻ ചേർക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് പീൽ ചെയ്ത് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർ ഉണ്ട് കേട്ടോ അതിലിരുന്നോട്ടെ, ഇല്ലെങ്കിൽ തിക്കായി പോവും തണുത്ത് വരുമ്പോഴുണ്ടല്ലോ. ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും 6 ഗ്രാമ്പുവും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊരു 3-4 തവണ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അതിനെ ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം ഒരു 15 സെക്കൻഡോളം സ്ലോ സ്പീഡിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാരമലെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുൻപ് ഞാൻ അതിലേക്ക് കുറച്ച് ഒരു 6-7 കാഷ്യൂസ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 തവണയായിട്ട് കുറേശ്ശെ ഈ മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡിലേക്ക് വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഓവർ മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ കൊണ്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂസ് കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റും കൂടെ ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല അടിപൊളി കേക്കാണ്. നമ്മൾ ഈ കേക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പറ്റി പിടിക്കുന്ന പരിപാടിയോ ഒന്നുമില്ല കേട്ടോ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ കേക്ക് സെയിൽ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ക്യാരമലൊക്കെ ചേർക്കുന്നത് കൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.